അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഇത് വളരെ പ്രസിദ്ധമായ ആയത്തുൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്താണ്. ഇതിൽ അള്ളാഹുവിൻ്റെ കുർസിയെക്കുറിച്ച് പരാമർശമുണ്ട്. കുർസിയുഹു, അവൻ്റെ കുർസി, അവൻ്റെ ഇരിപ്പിടം അല്ലെങ്കിൽ സിംഹാസനം. ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് കുർസിയെക്കുറിച്ച് വേറെ ഒരു ആയത്തിലും ഖുർആനിൽ പറയുന്നില്ല. ഈ ഒരു ആയത്തിൽ മാത്രമാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇതിന് ആയത്തുൽ കുർസി എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അർഷിനെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളുടെ അർഷിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ അർഷിലിരുത്തി എന്ന് പറഞ്ഞിരുന്നു. ഈ സൂറയിൽ തന്നെ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. വറഫ അബവൈഹി അലൽ അർഷി വഖറൂ ലഹു സുജ്ജദ. യൂസുഫ് അലൈഹിസ്സലാം മാതാപിതാക്കളെ അർഷിലിരുത്തിക്കൊണ്ട് അവരെല്ലാവരും, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും യൂസുഫിന് സുജൂദ് ചെയ്തു എന്ന കാര്യം പറയുമ്പോൾ അവിടെ അർഷ് എന്നാണ് പറഞ്ഞത്. അതുപോലെ ബൽക്കീസ് രാജ്ഞിയെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട് വലഹ അർഷുൻ അലീം, അവർക്ക് മഹത്തായ അലീമായ ഒരു അർഷുണ്ട്, മഹത്തായ ഒരു സിംഹാസനമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ അർഷിനെക്കുറിച്ച് എമ്പാടും ആയത്തുകളുണ്ട്. ഒരുപാട് ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ അർഷിനെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കുർസി എന്ന പരാമർശം ഈ ഒരു ആയത്തിൽ മാത്രമാണുള്ളത്. കുർസിയെക്കുറിച്ച് ഭൂരിപക്ഷം ആളുകൾ പറയുന്നത്, ഇബ്നു ആഷൂർ റഹ്മഹുല്ലാഹ് പറയുന്നു, വൽ ജുംഹൂർ ഖാലു, ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് ഇന്നൽ കുർസിയ മഖ്ലൂഖുൻ അലീമുൻ, കുർസി എന്നത് മഹത്തായ ഒരു സൃഷ്ടിയാണ്. അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് വയുലാഫു ഇലല്ലാഹി തആല ലി അലമത്തിഹി, അതിൻ്റെ വലിപ്പം കൊണ്ടാണ്, അത് മഹത്തരമായതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത്. ഫഖീല, പറയപ്പെടുന്നുണ്ട് ഹുവൽ അർഷ്, അത് അർഷ് തന്നെയാണ്. വഹുവ ഖൗലുൽ ഹസൻ, ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം അതാണ്. വഹാദാ ഹുവൽ ളാഹിർ, ഇതാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്ന ലി അന്നൽ കുർസിയ ലം യുദ്കർ ഫിൽ ഖുർആനി ഇല്ലാ ഫി ഹാദിഹിൽ ആയ, ഈ ഒരായത്തിൽ മാത്രമാണ് കുർസി എന്ന പരാമർശം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കുർസി എന്നത് ഈ ഒരായത്തിൽ മാത്രമാണ് പരാമർശം ഉണ്ടായത്. വതകററ ദിക്റുൽ അർഷ്, എന്നാൽ അർഷിൻ്റെ പരാമർശം ഒരുപാട് തവണ വന്നിട്ടുണ്ട്. വലം യരിദ് ദിക്റുഹുമാ മുഖ്തരിനൈൻ, എന്നാൽ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട്, രണ്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരായത്തും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരായത്തിലും ഇത് രണ്ടും ഒന്നിച്ച് വരികയോ താരതമ്യം ചെയ്തുകൊണ്ട് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഫലൗകാനൽ കുർസിയു ഗൈറൽ അർഷ്, കുർസി അർഷല്ലാത്ത മറ്റൊന്നായിരുന്നെങ്കിൽ ലദുക്കിറ മഅഹു, അത് അർഷിനോടൊപ്പം പരാമർശിക്കപ്പെടുമായിരുന്നു. ഏതുപോലെ കമാ ദുക്കിറത്തി സമാവാത്തു മഅൽ അർഷ്, ആകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അർഷിനെ സെപ്പറേറ്റ് പറയുന്നത് പോലെ. ഉദാഹരണത്തിന് ഖുൽമൻ റബ്ബു സമാവാത്തി സബ്ഇ വ റബ്ബുൽ അർഷിൽ അലീം, 7 ആകാശങ്ങളുടെയും റബ്ബ്, വ റബ്ബുൽ അർഷിൽ അലീം, മഹത്തായ സിംഹാസനത്തിൻ്റെയും റബ്ബ്, അല്ലെങ്കിൽ മഹത്തായ അർഷിൻ്റെയും റബ്ബ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അർഷിനെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. കുർസി മറ്റൊന്നായിരുന്നെങ്കിൽ കുർസിയെയും കൂടെ ഇതിൻ്റെ കൂടെ പരാമർശിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ബാഹ്യമായിട്ട് തോന്നുന്നത് കുർസി തന്നെയാണ് അർഷ്. ലിറ്ററലി അർഷ് എന്ന് പറഞ്ഞാൽ സിംഹാസനമാണ്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥ പറയുമ്പോഴും അതുപോലെ ബൽക്കീസ് രാജ്ഞിയുടെ കഥ പറയുമ്പോഴുമൊക്കെ അവിടെ ഉദ്ദേശിക്കുന്നത് സിംഹാസനമാണ്.
എന്നാൽ കുർസി എന്നത് ലിറ്ററലി ഇരിപ്പിടം തന്നെയാണ്. സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ഫതന്ന സുലൈമാന, നാം സുലൈമാൻ അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചു. വൽഖൈന അല കുർസിയിഹി ജസദൻ, അദ്ദേഹത്തിൻ്റെ കുർസിയിൽ, അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ അല്ലെങ്കിൽ സിംഹാസനത്തിൽ നാം ഒരു ജഡത്തെ ഇട്ടു. സുമ്മ അനാബ, അനന്തരം അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങി. അദ്ദേഹത്തിനുണ്ടായ ഒരു പരീക്ഷണത്തെക്കുറിച്ച് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കാം. അവിടെ അള്ളാഹു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുർസി എന്നാണ്. കുർസിയിഹി അലാ കുർസിയിഹി, അദ്ദേഹത്തിൻ്റെ കുർസിയിൻ്റെ മേൽ. അപ്പോൾ കുർസി എന്ന് പറഞ്ഞാലും ഇരിപ്പിടമോ സിംഹാസനമോ ആണ്. എന്നാൽ അള്ളാഹുവിൻ്റെ കുർസിയെക്കുറിച്ച് വന്ന റിവായത്തിൽ പറയുന്നത് കുർസി എന്നത് സിംഹാസനത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നുള്ളതാണ്. സിംഹാസനം കുറച്ചുകൂടെ ഉയർന്നതാണ്, അതിൻ്റെ ചവിട്ടുപടിയാണ്, കാല് വെക്കാനുള്ള പടിയാണ് കുർസി. എന്നാൽ കുർസിയെക്കുറിച്ച് ഇതൊന്നുമല്ല എന്ന അഭിപ്രായം പറഞ്ഞ ആളുകളുമുണ്ട്. അതൊരു സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ ഇൽമാണ് എന്ന ഒരു റിപ്പോർട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആയത്തിൽ വസിഅ കുർസിയുഹു, അവൻ്റെ കുർസി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു, അസ്സമാവാത്തി വല്ലർള്, ആകാശഭൂമികളെ മുഴുവൻ എക്സ്റ്റെൻഡ് ചെയ്തതാണ് അവൻ്റെ കുർസി എന്ന് പറയുന്നത് അവൻ്റെ ഇൽമിനെക്കുറിച്ചാണ് എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അതുപോലെ കുർസിയെക്കുറിച്ചുള്ള മറ്റൊരു വ്യാഖ്യാനം ഖീല മസലുൻ ലി മുൽക്കില്ലാഹി തആല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ ഒരു പാരബിളാണ് കുർസി. കമാ യഖൂലുന ഫുലാനുൻ ഷാഹിബ് കുർസിയുൽ ഇറാഖ് ഐ മുൽക്കിൽ ഇറാഖ്, ഒരാൾ ഇറാഖിൻ്റെ കസേരയുടെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെ രാജാവാണ്, ഇറാഖിൻ്റെ അധിപനാണ്, ഇറാഖ് ഭരിക്കുന്ന ആളാണെന്നാണ്. എന്നതുപോലെ അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറയുന്നത് അവൻ്റെ ആധിപത്യത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വാക്കാണ് എന്ന അഭിപ്രായവുമുണ്ട്. സൂറ അൽ ബഖറയിലെ ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണ്. അബൂദർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു ആയത്തിൻ അൻസലല്ലാഹു അലൈക മിനൽ ഖുർആനി അഅലം, ഖുർആനിൽ നിന്ന് അള്ളാഹു താങ്കൾക്ക് ഇറക്കിയ ഏറ്റവും മഹത്തായ ആയത്തേതാണ്? ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണ് എന്നാണ്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. വഖാല ഇബ്നു അബ്ബാസ് അഷ്റഫു ആയത്തിൻ ഫിൽ ഖുർആനി ആയത്തുൽ കുർസി, ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ആയത്തുൽ കുർസിയാണ്. ഈ ആയത്ത് എല്ലാ നിസ്കാരശേഷവും പതിവാക്കി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് സ്വർഗം കിട്ടുന്നതിനുള്ള തടസ്സം മരണം മാത്രമാണ് എന്ന്. അഥവാ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം ലഭിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ സുബഹി വരെ പിശാജിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല, പിശാജ് അടുക്കില്ല, അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരശേഷവും നാം അത് പതിവാക്കണം, ഉറങ്ങുമ്പോഴും പതിവാക്കണം. ഒരുപാട് ഫളീലത്തുകൾ ഈ ആയത്തിനെക്കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ്. അതുകൊണ്ട് പൊതുവെ എല്ലാവരും മനഃപ്പാഠമാക്കുന്ന ഒരായത്ത് കൂടിയാണ്. ആരെങ്കിലും മനഃപ്പാഠമാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മനഃപ്പാഠമാക്കേണ്ടതാണ്. ഈ ആയത്തുകളിൽ പറയുന്ന രണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അൽ ഹയ്യ്, അതുപോലെ അൽ ഖയ്യൂം, ഇത് രണ്ടും വളരെ സവിശേഷതയുള്ള നാമങ്ങളാണ്. ഈ രണ്ട് ഇസ്മുകൾ മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ബദ്ർ യുദ്ധത്തിൻ്റെ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിക്കൊണ്ട് ഇത് തന്നെ പറയുകയായിരുന്നു, യാ ഹയ്യ യാ ഖയ്യൂം, ഫൈദാ ഹുവ സാജിദുൻ യഖൂലു യാ ഹയ്യ യാ ഖയ്യൂം, യാ ഹയ്യ യാ ഖയ്യൂം ലാ യസീദു അലൈഹിമ. ഒന്നും അഡീഷണലി പറയാതെ യാ ഹയ്യ യാ ഖയ്യൂം എന്ന് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലായിക്കൊണ്ട് പറയുകയായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ ഹുനൈൻ യുദ്ധസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായിട്ട് പറയുന്നു, കുന്ത വതക്കൂനു, നീ ഉണ്ടായിരുന്നു, നീ ഉണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകും. വാന്ത ഹയ്യുൻ ലാ തമൂത്തു, നീ ഹയ്യാണ്, ജീവനുള്ളവനാണ്, മരിക്കാത്തവനാണ്.
വാന്ത ഹയ്യുൻ കയ്യൂം, നീ ഹയ്യാണ് കയ്യൂമാണ്. ലാ തഖുദുക സിനത്തുൻ വലാ നൗം യാ ഹയ്യ യാ കയ്യൂം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈൻ യുദ്ധസമയത്ത് ദുആ ചെയ്തതായിട്ടും പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റനേകം ദുആകളിലും യാ ഹയ്യ യാ കയ്യൂം എന്ന് തുടങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് യാ ഹയ്യ യാ കയ്യൂം ബിറഹ്മതിക അസ്തഗീസു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ ഈ രണ്ട് നാമങ്ങൾ മുഖേനയുള്ള വിളി, യാ ഹയ്യ യാ കയ്യൂം എന്നുള്ള വിളി, അത് വളരെ സവിശേഷതയേറിയ ദുആയാണ് എന്നുകൂടിയാണ്. ഇത് മൂസ അലൈഹിസ്സലാമിൻ്റെ ദുആയാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറയാൻ കാരണം മൂസ അലൈഹിസ്സലാമിനോട് ആദ്യം ദൈവം സംസാരിച്ചത് ഇഹിയെ അഷേർ ഇഹിയെ എന്നാണ് എന്ന് തോറ പറയുന്നു. ഇഹിയെ അഷേർ ഇഹിയെ. ഈ ഇഹിയെ എന്നുള്ള ഈബ്രു വാക്ക് ഹയ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. നിലനിൽക്കുക, എക്സിസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാറ് ഇഹിയെ അഷേർ ഇഹിയെ എന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാറ് അയാം ദാറ്റ് അയാം, ഞാനാകുന്നു എന്നാണ്. മലയാളം ബൈബിളിൽ കാണാം, അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു. മോശെ യഹോവയോട് ചോദിച്ചതാണ്, ഇസ്രായേലർ നിൻ്റെ നാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് അവരോട് മറുപടി പറയേണ്ടത്. അതിന് ദൈവം മോശയോട് ഇഹിയെ അഷേർ ഇഹിയെ, ഇങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്, ഇഹിയെ അഷേർ ഇഹിയെ എന്ന് പറഞ്ഞു. ഞാനാകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇഹിയെ എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. ഈ ഇഹിയെ എന്ന വാക്കിൻ്റെ തേർഡ് പേഴ്സൺ, ഇഹിയെ എന്ന് പറഞ്ഞാൽ ഞാനാകുന്നു എന്നതിൻ്റെ തേർഡ് പേഴ്സണിൽ നിന്നാണ് യഹിയെ അല്ലെങ്കിൽ യഹോവ എന്ന വാക്കുണ്ടായത് എന്നതാണ് യഹോവ എന്ന വാക്കിൻ്റെ എറ്റിമോളജിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം. അതുകൊണ്ട് ഈ ഒരു ഇസ്മ്, ഈ ഒരു നാമം വളരെ സവിശേഷതയുള്ള നാമമായിട്ട് അങ്ങനെ മൂസ അലൈഹിസ്സലാമിൻ്റെ കാലം തൊട്ടേ പറയപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ ദുആയാണ് പ്രവാചകൻ ദുആ ചെയ്തത് എന്ന് പറയാനുള്ള കാരണം. ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട്, അല്ലയോ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞത് അൻഫിഖു, നിങ്ങൾ ചെലവഴിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ചെലവഴിക്കണം. മിൻ ഖബലി അൻ യഅ്തിയ യൗമുൻ ലാ ബൈഉൻ ഫീ വലാ ഖുല്ലത്തുൻ വലാ ഷഫാ, ഒരു നാൾ വരുന്നതിന് മുമ്പ് അന്ന് യാതൊരു ബാർഗെയിനിങ്ങും നടക്കില്ല, യാതൊരു ബന്ധവും ഉണ്ടാവില്ല, സുഹൃത്ത് ബന്ധവും ഉണ്ടാവില്ല, അന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ശുപാർശയും നടക്കില്ല. ആയത്തുൽ കുർസിയിൽ ചോദിക്കുന്നത് അള്ളാഹു അനുവാദം നൽകാതെ ആർക്കാണ് അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ കഴിയുക എന്നാണ്. അള്ളാഹു അനുമതി നൽകണം ശുപാർശ ചെയ്യാൻ. അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ ആരും ശുപാർശ ചെയ്യാൻ എലിജിബിളല്ല. ശുപാർശ ആർക്കൊക്കെ വേണ്ടി ചെയ്യാം എന്ന കാര്യവും അള്ളാഹു തന്നെയാണ് തീരുമാനിക്കുന്നത്. കാരണം അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അൽ ഹയ്യുൽ ഖയ്യൂം, അവന് അൽ ഹയ്യാണ്, അവന് അൽ ഖയ്യൂമുമാണ്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന അർത്ഥം ജീവനുള്ളവൻ എന്നാണ്. ജീവനുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഖുർആനിൽ തന്നെ അത് പല അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ അർത്ഥം നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം തന്നെയാണ്. ജീവൻ എന്ന് പറയുന്നത് ലിൽ ഖുവ്വത്തിൻ നാമിയത്തിൽ മൗജൂദ ഫിൻ നബാത്തി വൽ ഹയവാൻ, മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കുമൊക്കെ വളരാനുള്ള കഴിവ്, അതിനുള്ള പൊട്ടൻഷ്യലിനെയാണ് ഒന്ന് ജീവൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്, വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ, എല്ലാ ജീവനുള്ളതിനെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. നാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ജീവൻ്റെ മറ്റൊരർത്ഥം, ജീവൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിൽ ഖുവത്തിൽ ഹസാസ, ഒരു വസ്തുവിന് അവയർനെസ് ഉണ്ടാകുക, കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ്. അതിന് കാര്യങ്ങൾ അറിയാൻ കഴിയുക. വമാ യസ്തവിൽ അഹ്യ വല ലംവാത്ത് എന്ന് സൂറ ഫാത്തിറിൽ ചോദിക്കുന്നത് ആ അർത്ഥത്തിലാണ്. ജീവനുള്ളവൻ മരിച്ചവന് സമമാണോ?
ജീവനുണ്ടാവുക എന്നുള്ളതിൻ്റെ മറ്റൊരർത്ഥം ഖുർആനിൽ ലിൽ ഖുവത്തിൽ ആമിലത്തിൽ ആക്കില, ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവിനെയാണ്. ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, ഉൾക്കൊള്ളാനുള്ള കഴിവ്, അതൊക്കെയാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഹിദായത്തിനും പറയാം. അഫമങ്കാന മൈത്തൻ ഫഹിയൈന വജഅൽനാ ലഹു നൂറൻ യംഷി ബിഹി ഫിന്നാസി കമൻ മസലുഹു ഫി ദുലുമാതി ലൈസ ബി ഖാരിജിൻ മിൻഹ എന്ന് ഖുർആൻ ചോദിക്കുന്നതാണ്. അഫമങ്കാന മൈത്തൻ ഫഹിയൈനാഹു, ഡെഡായ ഒരുത്തൻ നാം അവനെ ജീവിപ്പിച്ചു, അവന് നൂറ് നൽകി, പ്രകാശം നൽകി. യംഷി ബിഹി ഫിന്നാസ്, ആ പ്രകാശവുമായിട്ട് അവൻ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നു. അവൻ കമൻ മസലുഹു ഫി ദുലുമാതി ലൈസ ബി ഖാരിജിൻ, പുറത്തു കടക്കാൻ പറ്റാത്ത അന്ധകാരത്തിലകപ്പെട്ടവനെ പോലെ തന്നെയാണോ എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ അവിടെ നിർജീവമായതിൽ നിന്ന് ജീവിപ്പിച്ചു എന്ന് പറയുന്ന ജീവൻ, ആ ജീവനുള്ള ആളുകൾക്ക് ഹിദായത്തുണ്ട്, അല്ലെങ്കിൽ അവർ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവാണ് അവിടെ ഹയ്യ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ഖുർആനിൽ ഹയ്യ് എന്ന് പറയുന്നത് ഈ ലോകത്തെ ജീവൻ മാത്രമല്ല, പരലോകത്തും നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാവുക. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാക്കും ലിമാ യുഹ്യീക്കും. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ക്ഷണിക്കുമ്പോൾ, എന്തിലേക്ക് ക്ഷണിക്കുമ്പോൾ? ലിമാ യുഹ്യീക്കും, നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തിന് ഉത്തരം നൽകുക എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഒരർത്ഥത്തിൽ മാത്രമല്ല. ഹിദായത്തുണ്ടാവുക, വെളിച്ചമുണ്ടാവുക, പരലോകത്ത് നിത്യത ഉണ്ടാവുക, ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവനുള്ളവരാണ്. ഇതൊന്നും ഇല്ലാത്ത ആൾ ജീവനില്ലാത്തവരാണ്. അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം അവൻ പൂർണ്ണ അർത്ഥത്തിലുള്ള ഹയ്യാണ്, എന്നുമെന്നും നിലനിൽക്കുന്നവനാണ്, ജീവനുള്ളവനാണ്. അവൻ വെളിച്ചമാണ്, അവൻ വെളിച്ചത്തിലേക്ക് ആളുകളെ നയിക്കുന്നവനാണ് എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ ഹയ്യ്, അവൻ എന്നുമെന്നും നിലനിൽക്കുന്നവനാണ്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ പറഞ്ഞതായിട്ട് പറയുന്നത് ഞാനാകുന്നു എന്നത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നവനാകുന്നു, എപ്പോഴും നിലനിൽക്കുന്നവനാകുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.